ഒരു മുസ്ലിം സ്ത്രീയെ പ്രധാനമന്ത്രിയാക്കണം എന്നതല്ല, മറിച്ച് ഹിജാബ് ധരിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ പ്രധാനമന്ത്രിയാക്കണം എന്നതാണ് AIMIM നേതാവായ അസ്റുദ്ദീൻ ഒവൈസിയുടെ ആഗ്രഹം. മുസ്ലിം സമുദായത്തിന്റെ വികസനത്തിനോ അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിനോ വേണ്ടി ഒന്നും തന്നെ ചെയ്ത വ്യക്തിയല്ല ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒവൈസി ഹിന്ദുക്കളെ വെറുക്കുന്നു, രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നത് അദ്ദേഹം പറഞ്ഞില്ല. മറിച്ച് ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം സ്ത്രീ പ്രധാനമന്ത്രിയാകണമെന്ന് മാത്രമാണ് ഒവൈസി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒവൈസിയുടെ ഇത്തരമൊരു പ്രസ്താവനയ്ക്കെതിരെ വീണ്ടും രൂക്ഷമായ പ്രതികരണം അറിയിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായി തന്നെ ഒവൈസി നടത്തിയ ഹിജാബ് പ്രസ്താവനയുടെ ആ ഒരു വലിയ രീതിയിൽ അത് രാജ്യത്തിനകത്ത് രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ട് പോലും ഇന്നും മുസ്ലിം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാതെ തന്നെ അവരെ വീട്ടിൽ തന്നെ തളച്ചിടാൻ ശ്രമിക്കുന്ന ഈ രീതി മാറണമെന്ന് ചിന്തിക്കേണ്ട സമയം അത് അതിക്രമിച്ചു എന്നതാണ് ചിലർ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. ഒരു ദിവസം ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും എന്നതാണ് ഒവൈസിയുടെ പ്രസ്താവനയ്ക്ക് BJPയിൽ നിന്നും കടുത്ത പ്രതികരണത്തിന് ഇടയാക്കിയിരിക്കുന്നത്. BJP MP ആയ സുധാംശു ത്രിവേദി അടക്കമുള്ളവർ ഒവൈസിക്കെതിരെ രംഗത്ത് വന്നു. അതേസമയം ഒവൈസിയുടെ പ്രസ്താവനയോട് BJP നേതാവായ ഗൗരവ് വല്ലഭാഗട്ടെ ശക്തമായി തന്നെ പ്രതികരിച്ചു. ഒവൈസി ഹിന്ദുക്കളെ വെറുക്കുകയാണ്, മുസ്ലിം സമൂഹത്തിന്റെ വികസനത്തിനായി തന്നെ അദ്ദേഹം യാതൊന്നും തന്നെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. ഒവൈസിക്ക് ഒരു മുസ്ലിം സ്ത്രീ പ്രധാനമന്ത്രിയാകണം എന്നതല്ല, മറിച്ച് ഹിജാബ് ധരിച്ച ഒരു സ്ത്രീയെയാണ് പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടത്. രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, മറിച്ച് ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം സ്ത്രീ പ്രധാനമന്ത്രിയാകണമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ തന്നെ തന്റെ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി തന്നെ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമാണ് ഈ വ്യക്തി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ഇവിടെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. മജ്ലിസി ഇത്തേഹുൽ മുസ്ലിമീൻ മേധാവിയായ അസ്റുദ്ദീൻ ഒവൈസിയോട് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊന്നാണ്. പല രാജ്യങ്ങളിലും മുസ്ലിം സ്ത്രീകൾ പ്രധാനമന്ത്രിയായിരുന്നിട്ടുണ്ട്. അവരിൽ എത്ര പേരാണ് ബുർഖ ധരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എത്ര പേരെയാണ് കണ്ടിട്ടുള്ളത്? ബംഗ്ലാദേശിൽ ബീഗം ഖലീദ സിയെയും ഷെയ്ഖ് ഹസീനയും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയായിരുന്നു. എന്നാൽ അവരാരും തന്നെ ഇത്തരത്തിൽ ഒരു ബുർഖ ധരിച്ചതായി തന്നെ കാണാൻ സാധിക്കുന്നില്ല. എന്തിനധികം പറയുന്നു, പാകിസ്ഥാനിൽ പോലും അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വനിത അവർ ബുർഖ ധരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നത് ഇവിടെ പറയണം. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയുടെ വനിതാ പ്രധാനമന്ത്രിയായ മേഘാവതി ആകട്ടെ അവർ ബുർഖ ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നതാണിപ്പോൾ ഇവിടെ BJP MP ആയ സുധാംശു ത്രിവേദി ചോദിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ മുസ്ലിം സ്ത്രീകളോടായുള്ള അദ്ദേഹത്തിന്റെ മനോഭാവത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഹുസൈൻ രാജാവും ജോർദാനിലെ രാജ കുടുംബവും ഒക്കെ തന്നെ അല്ലെങ്കിൽ രാജകുടുംബവും പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമികളാണ്. ആ കുടുംബങ്ങളിൽ നിന്നുള്ള എത്ര സ്ത്രീകളാണ് ബുർഖ ധരിക്കുന്നതെന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ലോകത്തിലെ പ്രധാന മുസ്ലിം രാജ്യങ്ങൾ ചെയ്യാത്ത പാരമ്പര്യത്തെ ഒവൈസിയുടെ ഇന്ത്യ സഖ്യത്തിലെ പലരും തന്നെ അടിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നതാണ് ഇവിടെ വലിയ രീതിയിൽ വിമർശനമായി തന്നെ സുധാംശു ത്രിവേദി ഇവിടെ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.